जाऊंगा शाम तक, ठीक है? क्या है? पड़ा पड़ा क्या है? तेरे जैसे हरामियों को दिल से कहा मैंने फुट जाता। हे भगवान, रोज ऐसे हरामियों के पिल्लों को क्यों पैदा करते हो? साला सुअर। माफ करना भाई, गलती हो गया माफ कर। आई श्री चंद्रेट ना मेरा कमरे का पास आएगा तो बाहर डरेगा साले। നമ്മുടെ കമരന്ന് വിചാരിച്ച അവരുടെ കമരമ്മ പോയപ്പോ വാതിലിന്റെ മേളിൽ കൂടെ എന്റെ കഴിവറട മോനെ, എന്റെ കണ്ണ് തെറ്റിയ നിന്നെ നാട്ടുകാർ തല്ലി കൊല്ലുമല്ലോ. നീ എങ്ങനെയാടാ എന്റെ അമ്മായിയുടെ മോനായത്? അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? വേലിമേ ഒരു സാരി കിടക്കണ കണ്ടാ മതി, പിന്നെ അവിടുന്ന് പോവില്ല. ശവം. നീ ജീവിതത്തിൽ നന്നാവൂ. എടാ അമ്മായിയുടെ മോനെ, ഞാനിതൊക്കെ തന്നെ കേക്കണം. ആ പോട്ടെ, വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഞാനില്ല, പോയിക്കോ. ആ കൊള്ളാം. നിന്നെ ഇവിടെ നിർത്തിപ്പോയ നാഗ്പൂർ നിന്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും. എനിക്ക് വയറിന് നല്ല സുഖമില്ല. നിനക്ക് അസുഖം വയറിനല്ല, നിന്റെ സൂക്കേട് എന്താന്ന് എനിക്കറിയാം. അതിന് പറ്റിയൊരു സ്ഥലത്തേക്കാ പോകുന്നത്. വാ. എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലമാണ്. എന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോര കുടിച്ചതാണ്. ഒരു 100 പേരോ? 100 നരകത്തിൽ പോയാലുണ്ട് മലയാളി. रतन भाई, आज फिर मेरा हाथ अच्छा है। ऐसा है तो पार्टी मांगता है भाई। याद है क्या? हाँ मालूम है। आपकी किस्मत अच्छा है साहब जी। आज कितना मिला? थोड़ा सा 70,000। मैम साहब, नीचे एक मलयाली आया है, आपको पूछ रहा था। मलयाली? हाँ। नहीं भाई ഇത് കേസാ? क्या? കേസാണോന്ന്? സड़की केस है? हिंदी में बोलो, हिंदी में। सड़की पूछा है, पूछा पूछा? पूछा पूछा म्याऊ म्याऊ। हाँ तुम पूछा? अबे हटो। मैम साहब आप कौन है जी? याद है क्या मैम साहब? ओ भैया चांदन साहब, आपको ऊपर आने के लिए किससे पूछने का जरूरत है? आओ जी आओ, ऊपर एकदम मस्त गेम चल रहा है। गोपाल जी इधर है क्या? गोपाल? गोपाल इधर नहीं है। किधर होगा वो? वो मुंबई गया है, 1 हफ्ते के बाद लौटेंगे। झूठ। मैं सच बोल रही हूँ। मुझसे तो गोपाल ने कहा है कि वो ठीक है मैम साहब।
गोपाल जी कैसे हो? हिम्मत और मर्दान की जिसको है वो सामने आ जाओ। नमस्ते गोपाल जी, एक हाथ हमसे हो जाए। पहचाना नहीं मुझे? चंदन साहब। नहीं, चंदन अल्ला, चंद्रन, चंद्रहासन। हाँ चंद्रहासन। हम दे हम सबको भूल गए क्या? മറക്ക് മറന്നാ നിന്നെ തേടി ഞാനിവിടെ വരൂ ഗോപാല. ചീട്ട് അവിടെ ഇരിക്കട്ടെ ഗോപാല. क्या है गोपाल? तू जा, मैं संभालूंगा। चंदन साहब, आप पत्ते खेलने के लिए इधर आए हैं या? ഒരു കൈ കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ അത് ചീട്ടല്ല. मैं फिर से बोल रहा हूँ, इधर झगड़ा नहीं करना। गड़बड़ करेगा तो आराम से नहीं जाएगा। മലയാളത്തിൽ പറടാ. ഒരു പഞ്ചാബി പെണ്ണിന്റെ ആനക്കാരനായ മലയാളം മറക്കൂ. മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. ആ അങ്ങനെ പറ. പറവട്ടാണിക്കാരൻ ഗോപാലകൃഷ്ണൻ പത്തിരിപ്പാലക്കാരൻ ചന്ദ്രഹാസനോട് മാതൃഭാഷ പറ. വേണ്ട, തിണ്ണമെടുക്ക് കാട്ടാൻ നമ്മുടെ തിണ്ണയല്ല. क्या बकता है? निकल जा यहाँ से। चुप मेम साहब, हम मर्द लोग बात करेंगे. പണ്ടെന്നോ ചീട്ട് കളിച്ച് തോറ്റിട്ട് അതിന്റെ പേരിൽ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ച ഇത് സ്ഥലം ഏതാന്നറിയാലോ? ജീവനോടെ പോയില്ല നീ. അറിയാടാ, നീ കള്ളക്കളി കളിച്ച് തോപ്പിക്കുകയും ചെയ്യും, ചതച്ച് കൊല്ലുകയും ചെയ്യും. കണ്ടോ, ഇതൊരു കുത്ത്, ഇവിടെ ഒരെണ്ണം, അങ്ങനെ 9 കുത്ത്. ഞാനാണോ കുത്തിയത്? നീയല്ല, നിന്റെ കൈ ഉണ്ടത്. പക്ഷെ ഞാനത് വിട്ടു. ഈശ്വരൻ തന്ന ശിക്ഷ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രാക്കുണ്ട്, കണ്ണീരുണ്ട്. അതിന്റെ ശിക്ഷ. ഇതിന്റെ പേരിൽ നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കില്ല, പക്ഷെ അവനെ ഞാൻ വിടില്ല. ഗിരി എവിടെയുണ്ടെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല, ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവനും ചേർന്ന് നിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഏയ്, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ശവ. ഓക്കെ മകൻ സിംഗ് ചോടോ. ഓക്കെ. ജീവനോടെ ഇവിടുന്ന് പോകുന്നെങ്കിൽ അത് ഗിരി എവിടെ നിറഞ്ഞിട്ടേ ഉള്ളൂ. गोपाल को छोड़ दो, तो गोली मार दूंगी। अगर कोई हिला तो मार डालूंगा साले को. नहीं, हिलना मत. പ്രേമ, സൂക്ഷിക്കണം. ജീവിതവും മരണവും എനിക്ക് ഒരുപോലെയാണ്. മരിക്കാനൊട്ടും പേടിയില്ല, പക്ഷെ അവനെ കാണാൻ വേണ്ടി എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊല്ലേണ്ടി വന്നാ കൊല്ലും. गोपाल को कुछ मत करो। नहीं मेम साहब, मैं जबान दे रहा हूँ, इसे कुछ नहीं होगा. मैं मरने के लिए तैयार हूँ और मारने के लिए भी. अगर कोई मेरे पास आए तो मैं इसका जान ले लूंगा. कोई कुछ मत करो. പറയ്, ഗിരി ഇപ്പോൾ നിന്റെ കൂടെ അല്ലേ? ഇല്ല, അയാൾ എന്റെ കൂടെ ഇല്ല. നുണ പറയരുത്. സത്യം,
നിന്നെ ചതിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത. അതിന് 1.5 ലക്ഷം രൂപ അവൻ എനിക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല. 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു. എവിടുന്നാ വിളിച്ചത്? ഒരിക്കൽ ബോംബെ നിന്നു പറഞ്ഞു, പിന്നെ ഒരിക്കല് നാട്ടിൽ നിന്ന്. അത് നുണയാ? ഇവൻ പറഞ്ഞ നുണ ചന്ദ്രേട്ടാ. അല്ല, സത്യ. ചീട്ടിൽ നിന്നെ ഞാൻ ചതിച്ചിട്ടുണ്ട്. അല്ലാതെ എന്നെ കൊല്ലാനോ നശിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കെന്താ അതിന്റെ ആവശ്യം? ഞാൻ വിശ്വസിക്കുന്നു. നാളെ നിനക്ക് അവനായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? നമ്മൾ ഇനിയും കാണും. അല്ലവണ പറമ്പേട്ടല്ലേ? திருடன் உங்க வீடு விட்டு உடைக்கிறதுக்கு ரொம்ப முயற்சி பண்ணிட்டு இருந்தானே. திருட இல்ல மச்சான். அப்படியா? அண்ணே மன்னிச்சிடுங்க அண்ணே. இல்ல பரவாயில்ல, தெரியாம தானே. போங்க. சரிங்க, எல்லாரும் போங்க. வாங்க. വെല്ലം കിട്ടിയോ വരവേട്ടാ? എന്തിനാ ഇപ്പൊ കരണേ? ആരും ഇല്ലാത്ത വീട്ടിന്റെ പൂട്ട് പൊളിക്കാൻ നോക്കിയാ പിന്നെ ഒരു തല്ലി കൊല്ലാണ്ടിരിക്കൂ. അകത്ത് നോട്ട് കെട്ടുകൾ അടക്കി വെച്ചിട്ടാന്ന് വിചാരിച്ചിണ്ടാവേ. അവരെന്നെ തല്ലയിലല്ലടാ എനിക്ക് സങ്കടം. നിന്റെ ഇന്നലെ ഓർത്തിട്ടടാ മോനെ, ഒരു രാജാവിനെ പോലെ ജീവിച്ചത് എനിക്ക് സഹിക്കണല്ലടാ. ഇങ്ങനെ കരയല്ലേ, ആളുകൾ കാണും. ആര് കണ്ടോ എനിക്കെന്താ? എനിക്ക് എന്റെ സങ്കടം കറച്ചിട്ട് തീർക്കണം. ചന്ദ്രേട്ടാ 3Xന്റെ കുപ്പിടുത്തില്ലേ? 3X ആ ഓൾഡ് മങ്ക് 3Xന്റെ ഒരു ഹാഫ് ബോട്ടിലേ സഞ്ചിയിലുണ്ടാവും. ഇതല്ലേ? ഇതെന്താ? ഇതൊരു 250 വെളിച്ചെണ്ണ വാങ്ങിയതാ. വെളിച്ചെണ്ണ അവന്റെ തന്ത്ര തല തെച്ച് കുളിപ്പിക്കട്ടെ. നീ പറഞ്ഞത് നേരാ. വിവരമില്ലാത്തവരുടെ നാടാണെങ്കിലും ഇതൊരു സുഖ. ഈ പുഴയും കാറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണറ് വരെ വറ്റി. എങ്ങനെ വറ്റാണ്ടിരിക്കും? നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര നല്ലതാ. കറക്റ്റാ. ഞാനൊരു സത്യം പറഞ്ഞ നീ ചിരിക്കോ? ഞാൻ ചിരിക്കും. നീ ചിരിക്കും, അതുകൊണ്ടല്ലേ നീ ഗുണം പിടിക്കാത്ത. മോനെ ചന്ദ്ര, ഞാൻ നിന്റെ ചേച്ചിയെ കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാ, അല്ലെങ്കിൽ 15 പാവം കണ്ടിട്ടോ? നിന്നെ കണ്ടിട്ടാ. നിന്റെ തങ്കം പോലത്തെ മനസ്സ്. എന്തിനാ തൊളിക്കണേ? സത്യം പറഞ്ഞേട്ടാ ഞാൻ ചിരിച്ചു പോകും. പക്ഷെ ചന്ദ്രേട്ടൻ ചിരിക്കില്ല. ഇവൻ ചിരിക്കില്ല. ഇവന് ബുദ്ധിയുണ്ട്. നീ കൂടെ കൂടിയതാ അവന്റെ നാശം. ഓ 15 1 പവൻ കുറഞ്ഞെന്നും പറഞ്ഞേ അന്ന് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ഈ പറമ്പേടം തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് വാക്ക്, അത് വേറെ കാര്യം. പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സമ്മതിക്കില്ല. അളിയനിപ്പോ എന്നെ തിരക്കി വന്നതിന്റെ ഉദ്ദേശം എന്താ? സരോജിനി മക്കളും നിന്നെ കാണണം എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കപ്പുറത്തി തരണല്ല. പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവാ. ഇപ്പൊ എന്താടാ നീ ഞങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെ? അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ. 7 ലോറി ഉണ്ടായിരുന്ന മൊയലാളിയെ പിരിക്കണുണ്ടല്ലേ 2 വേണനെ പോലെ. നീ പോടാ. എന്റെ അളിയന് ഒരു പ്രശ്നമില്ല. 7 അല്ല 70 ലോറി വാങ്ങിക്കടാ നമ്മള്. അതിന് വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ. അളിയനും കൂടി 70 ലോറിയൊക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ മറക്കല്ലേ. നമ്മളൊക്കെ ഒന്നാടാ പുകഞ്ഞ കൊള്ളികള്. നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ, അവനും ഭാര്യയ്ക്കും ഇപ്പൊ നിന്റെ പേര് പറയണത് പോലും നടക്കടാ. ചീട്ടുകളിക്കാരനല്ലേ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതാരാന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചാ ജീവനാ. അറിയോ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ഏട്ടാ. ആ ഷർട്ട് ഊരി തന്ന തിരുമ്മം. ബോധമില്ലെങ്കിലും ഇവൻ ആള് നല്ലവനാ. പോയത് പോയി. ഇനി അതോർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വാർക്കത്തുള്ള കയ്യത്. ഈ കയ്യിൽ ഇനിയും കാശ് വന്നു കയറും. നീ ധൈര്യമായിട്ട് ചീട്ടുകളി തുടങ്ങ്. അതിന് 10 10,000 ഈ അളി ഉണ്ടാക്കി തരും. കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും. എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് കടത്തും. നമുക്കൊരു വാരാടാ. അളിയൻ എഴുന്നേക്ക്. എണീക്കാൻ. അളിയൻ കുളിച്ചിട്ട് അടുത്ത വണ്ടിക്ക് സ്റ്റാൻഡ് വിടാൻ നോക്ക്. അയ്യോ ഇതാ കുത്തിയ പാടാ. മറുക ഭാഗ്യമറുക. പറഞ്ഞു കേട്ടതുപോലെ അല്ല. എന്ത് കേട്ടു? ചത്തു ചത്തിലെന്ന നിലയിൽ 4-5 മാസത്തോളം വിശാഖപട്ടണത്ത് ഒരു ആശുപത്രി കിടന്നു കേട്ടിട്ടുണ്ടോ? അപ്പൊ എവിടെയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാര്?
ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടും കിടന്നു. പണിയെടുക്കാൻ പറ്റാണ്ട് 5-6 മാസം. തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും, എന്റെ അമ്മ പോലും. ഈ വിവരമില്ലാത്ത തെണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ മരുന്നിനും ചെലവിന് ഇവൻ പെട്ട പെടാപ്പാടെന്താന്ന് ആർക്കും അറിയില്ല. അന്നൊന്നും ആരുമില്ല. ഇപ്പൊ ഞാൻ ചീട്ട് കളിച്ചും സ്പീറ്റ് നടത്തിയും കാശുണ്ടാക്കി തരണം. എന്നിട്ട് നാട്ടിൽ വന്ന് ഉത്സവം നടത്തണം. ദേ എന്റെ അളിയൻ പോ. ഡാ മോനെ, അത് വിശാഖപട്ടണത്തെ ആസ്പത്രിയില് ഞങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നീ ബോധമില്ലാണ്ട് ഐസിയുവിൽ കിടക്കല്ലേ, സതീശ് ഒരു 5000 റുപ്യ അതാ ഇവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇല്ലടാ? ആയിക്കോട്ടെ, സന്തോഷം. എനിക്കൊരു പരാതിയില്ല. നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട്, എനിക്ക് കണക്കില്ല. കച്ചവടം നടത്തി കടം കയറി എന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ഞാൻ കൊച്ച. 13 വയസ്സ്, ഒരമ്മയും 4 മക്കളും. എങ്ങനെ ജീവിക്കും? എടുത്താ പൊങ്ങാത്ത കടം. എന്റെ അമ്മ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു. കഞ്ഞിയിൽ വിഷം കലക്കി 4 മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞിയും കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ. 14 വയസ്സില്. ചെയ്യാത്ത പണിയൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്, കള്ളച്ചാരാൻ പാറ്റിയിട്ടുണ്ട്. ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെയാ നിങ്ങൾക്ക് 15 പവൻ തന്നത്. എല്ലാരും വളർത്തി, വീടുണ്ടാക്കി. സതീശൻ എഞ്ചിനീയറായി. സുധയ്ക്ക് 100 പവൻ. അതിനൊന്നും എന്റെ കണക്കില്ല. വേണ്ട, ആരും വേണ്ട. ഞാൻ ഒറ്റയാ. പക്ഷെ എല്ലാരും നന്നായി, അത് മതി. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ, എന്റെ അനിയന് വേണ്ടിയാ. ഞാൻ മാത്രം അട്ടയെ പോലെ പൊട്ടക്കുളത്തില്. അവിടെ നിന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും. സമാനായില്ലേ? കുരം കളിച്ചും മണ്ടം കളിച്ചും ഒന്നും ഓർക്കം വിടത്തെ കൊണ്ടു നടക്കാൻ ഞാൻ. അതിന് ഞാനൊരു നല്ല കാര്യമില്ല പറഞ്ഞു. ഇനിയും നല്ല കാര്യം പറഞ്ഞ് താനോട് നിന്നാ. നേരത്തെ കണ്ടില്ല കുറെ തെണ്ടിക്കൂട്ടങ്ങള്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കൈയും കാലും മുറിച്ച് മീശം പറിച്ച് നാട്ടിലേക്ക് പാർസലായിട്ട് വിടും. വീട്ടിൽ ചെല്ലുമ്പോ സരോജിനേച്ചിക്ക് മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല. വിവരല്ല. ഒരു നല്ല കാര്യം പറഞ്ഞ തലേ കയറില്ല